ചിന്താഗതി. അവൾക്ക് വേണ്ടി അവൾ ജീവിക്കുന്നത്, ജനസമൂഹത്തിന് വേണ്ടിയിട്ടാണ് അവൾ ജീവിക്കുന്നത്. അത് എനിക്ക് തിരിച്ചറിയാം. ഇവിടുന്ന് ഇത്രയും ത്യാഗം സഹിച്ച് താമരശ്ശേരി വന്നിട്ട് അവിടുന്ന് എൻ്റെ കൂടെ നിന്ന ഏക ഒരു പാർട്ടിയിൽ എന്തും സംഭവിച്ചോട്ടെ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എനിക്ക് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഇടത്തല ഡിവിഷനിൽ മത്സരിക്കുന്ന മിവ ജോളി, നമുക്ക് മിവയെ അധികം പരിചയപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ മിവ ജോളിക്ക് ഈ കെട്ടിവെക്കാനുള്ള തുക നൽകിയത് താമരശ്ശേരിയിൽ നമുക്കറിയാം കേരളത്തെ ഏറെ നടുക്കിയ ഒരു സംഭവമായിരുന്നു ഷഹബാസിൻ്റെ വധം. എന്താണെങ്കിലും ഷഹബാസിൻ്റെ പിതാവ് ഇക്ബാലാണ് കെട്ടിവെക്കാനുള്ള തുക നൽകിയത്. അത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഷഹബാസിൻ്റെ പിതാവിനെ നയിച്ച കാരണമുണ്ട്, അത് അദ്ദേഹം തന്നെ പറയും. അതായത് ഈ കേരളത്തിൻ്റെ എല്ലാ ജനസമൂഹത്തെയും ഒരു മതഗത എല്ലാവർക്കും വളരെ മനസ്സിന് വേദനാജനകമായൊരു സംഭവമാണ് നാട്ടിൽ നടന്നത്. അതിന് നീതി കിട്ടണമെന്ന് എൻ്റെ കൂടെ ഇന്നും അന്നും ഉറച്ചു നിലകൊണ്ട ഒരു വ്യക്തിത്വമാണ് ഈ മിവ എന്ന് പറഞ്ഞത്. അതായത് എൻ്റെ ഉള്ളിലും എൻ്റെ ഫാമിലിക്കും മറ്റുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളുകൾക്ക് പോലും വളരെയേറെ മനസ്സിൽ തട്ടിയ ഒരു വ്യക്തിയാണ് മിവ. അതുകൊണ്ട് അവൾ ജനവിധി തേടുന്നു എന്നറിഞ്ഞ സമയത്ത് തന്നെ എനിക്കും എൻ്റെ ഫാമിലിക്കും വളരെയേറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പക്ഷെ അവൾ ഇവിടെ നിന്ന് ജയിച്ച് അവൾ വരണം, നീതിക്ക് വേണ്ടി പോരാടാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് എന്നറിഞ്ഞത് മുതൽ ഞാൻ അന്ന് എന്നെ പറഞ്ഞു, ഞാൻ വരും. നീ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് അവൻ്റെ സാഹചര്യവും അതാണ്, വീട്ടിൽ നിന്ന് വിട്ടു പോരാൻ പറ്റാത്ത മാനസികമായിട്ട് തളർന്നെടുക്കുന്ന എൻ്റെ ഭാര്യ, കുടുംബം, അതുപോലും ബാക്കിയാതെ ഞാൻ ഇന്നലെ രാത്രി അവിടെ തിരിച്ചതാണ്. അതുകൊണ്ട് ഇത് വീക്ഷിക്കുന്ന മുഴുവൻ ആളുകളും ഇത് കണ്ടിട്ടെങ്കിലും ഇവളെ വൻ ഭൂരിപക്ഷത്തോടു കൂടി ഇവിടെ വിജയിപ്പിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാവുന്ന രീതിയിൽ തന്നെ ആവും അവളുടെ ചിന്താഗതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് അവളുടെ ചിന്താഗതി. അവൾക്ക് വേണ്ടി അവൾ ജീവിക്കുന്നത്, ജനസമൂഹത്തിന് വേണ്ടിയിട്ടാണ് അവൾ ജീവിക്കുന്നത്. അത് എനിക്ക് തിരിച്ചറിയാം. ഇവിടുന്ന് ഇത്രയും ത്യാഗം സഹിച്ച് താമരശ്ശേരി വന്നിട്ട് അവിടുന്ന് എൻ്റെ കൂടെ നിന്ന ഏക ഒരു പാർട്ടിയിൽ എന്തും സംഭവിച്ചോട്ടെ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എനിക്ക് താങ്ങായി തണലായി നിന്ന ആളായതുകൊണ്ട് എനിക്ക് കൈവിടാൻ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഇത് കാണുന്ന മുഴുവൻ ജനങ്ങളും ഇതോർത്തിട്ടെങ്കിലും അവൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിക്കണം, വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണം എന്നാണ് എൻ്റെ തായ്മയോട് അപേക്ഷിക്കുന്നത്. മിവ സംബന്ധിച്ച് അഭിമാന നിമിഷമാണ് അത്. പ്രത്യേകിച്ച് മിവ വളരെയധികം കേരളത്തിൽ സുപരിചിതയാവുന്നത് ഒരുപാട് ഈ സമര പരിപാടികളിലൊക്കെ വളരെ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലാണ് മിവയെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഷഹബാസിൻ്റെ ആ സമയത്തൊക്കെ അതാണ് ആ പിതാവ് അത്തരത്തിലൊരു ഇടം മനസ്സിൽ തന്നത്. സന്തോഷം, അഭിമാനവും തോന്നുന്നു. ഷഹബാസിൻ്റെ മുഖം എനിക്ക് മറക്കാൻ സാധിക്കില്ല. കാരണം എൻ്റെ ഒരു അനിയൻ നഷ്ടപ്പെട്ട പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഒരു ഷഹബാസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതുപോലെയുള്ള കുട്ടികളുടെ ഈ അക്രമ വാസന വലുതായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനൊക്കെ കൃത്യമായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്ത് മുമ്പോട്ട് പോകേണ്ട ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ താങ്ങും തണലായിട്ടുള്ളൊരു മകനാണ് ഈ പറയുന്ന ഷഹബാസ് എന്ന് പറയുന്നത്. ആ മകനെ ഇതുപോലെ ഒരു അസുഖം പോലും ഇല്ലാതെ, ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു കുടുംബത്തിനുണ്ടാക്കുന്ന വേദന, അത് എത്ര മക്കൾ ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു മകൻ നഷ്ടപ്പെടുമ്പോൾ വേദന കൃത്യമായിട്ട് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ആ ഫാമിലിയുടെ കൂടെ നിൽക്കണം. അല്ലെങ്കിൽ ഒരു പാർട്ടിയൊന്നും ഏറ്റെടുത്തിട്ടുള്ള വിഷയമൊന്നും ആയിരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ആ കുടുംബത്തിന് വേണ്ടി നിൽക്കണമെന്ന് തീരുമാനമെടുത്തതായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി എന്നും പോരാടും. ഇതിൽ ഉപ്പ അതിനുവേണ്ടി എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ മുന്നിട്ടിറങ്ങി. ഇതിൽ എനിക്കൊരുപാട് സന്തോഷവും അഭിമാനമുണ്ട്. ഇനിയും ഇതുപോലെയുള്ള ജനകീയ വിഷയങ്ങളിൽ അവരുടെ ഇരകളുടെ ശബ്ദമായി മാറാൻ എന്നും മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. അത് എന്ത് തന്നെ നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചാലും ഉണ്ടാകുമെന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. അവസാനമായ ഒരു ചോദ്യം കൂടി, ഈ കേസുമായി ബന്ധപ്പെട്ട് നീതി ഇനിയും അകലെയാണ് എന്നൊരു തോന്നലുണ്ട്. തീർച്ചയായിട്ടും ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു പിതാവെന്ന നിലയ്ക്ക് എനിക്ക് നീതി കിട്ടിയിട്ടില്ല. കുറ്റവാളികൾക്ക് നീതി കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഗവൺമെൻറ്റിൽ എനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു, അതെനിക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇതിനെതിരായിട്ട് ശബ്ദിക്കുന്ന ഒരാളാണ്. ഇതിൻ്റെ കൂടെ പിന്നിൽ വലിയ ആളുകളുണ്ട്, പാർട്ടികളുണ്ട്. പക്ഷേ ഇതുവരെ എനിക്കൊരു നീതി കിട്ടിയിട്ടില്ല. ഇനി ഒരു നീതി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല. ഇവരിങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ട്, ക്യാഷുണ്ട്, പദവിയുണ്ട്, എല്ലാം ഉണ്ട്. ഇതുപോലെ ഒരു അച്ഛനമ്മമാർക്ക് ഇങ്ങനത്തെ ഒരു ഗതികേട് ഉണ്ടാവാൻ പാടില്ല. ഇനി അങ്ങോട്ട് അതിന് ഉറക്കെ ശബ്ദിക്കണം എന്നാണ് എനിക്ക് ഈ പറയാനുള്ളത്. ഈ ഷഹബാസിൻ്റെ കാര്യത്തിൽ ഇനിയും സമരവീര്യം തുടരണം എന്നുള്ളൊരു ആഹ്വാനം കൂടിയാണ് ഇത്തരത്തിലൊരു ഈ കെട്ടിവെക്കാനുള്ള പണം നൽകിക്കൊണ്ട് മിവയെ ഇദ്ദേഹം ചേർത്ത് നിർത്തുന്നത്. സച്ചിൻ സജിക്കൊപ്പം മുസ്നാസു, മീഡിയ 1, കൊച്ചി.